അപ്പം നമ്മൾ CUET PG 2025 എക്സാം അപ്ലൈ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റാണ് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. exams.nta.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ കാണാൻ പറ്റും അല്ലേ? വെൽക്കം ടു CUET PG 2025 പോർട്ടൽ. അപ്പോൾ നമ്മൾ ആ പോർട്ടലിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് ഇൻഫർമേഷൻ ഒക്കെ കൃത്യമായി വായിച്ചറിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാന്നുള്ളതായിരിക്കും. ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചതിന് ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴെ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ കാണും. അതായത് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത്, പ്രീസെറ്റ് എന്തൊക്കെ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഇന്ത്യ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറയുന്ന ലാസ്റ്റ് ഉള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഐഡന്റിറ്റി പ്രൂഫ് യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ആധാർ കാർഡ് എങ്കിൽ ആധാർ കാർഡ്, അതല്ല ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാൻ കാർഡാണ്, പാസ്പോർട്ടാണ്, ഏത് ഡോക്യുമെന്റ് ആണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ആധാർ കാർഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ആധാർ കാർഡിന്റെ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ആധാർ കാർഡ് വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതിലേക്കായിരിക്കും OTP പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ മൊബൈൽ നമ്പറിലേക്ക് ആ OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫെച്ച് ചെയ്തിട്ടുള്ള ഒരു ഇന്റർഫേസ് ഇവിടെ വരുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ് നെയിം അത് ഓൾറെഡി നമ്മൾ ID വെരിഫിക്കേഷൻ ചെയ്തപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഫെച്ച് ആയിട്ടുണ്ട്. അച്ഛന്റെ പേര്, ഫാദേഴ്സ് നെയിം, ഫാദറിന്റെ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം മദേഴ്സ് നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി ഫെച്ച് ആയിട്ടുണ്ടാവും. നമ്മുടെ ജെൻഡർ അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ നാഷണാലിറ്റി, ഏതാണ് നാഷണാലിറ്റി എന്നുള്ളത്, അതായത് ഇന്ത്യൻ ആണോ ഫോറിൻ ആണോ എന്താന്നുള്ള ഡീറ്റെയിൽസ്. അതിനുശേഷം നമ്മൾ ഏത് ID പ്രൂഫ് ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിനകത്ത് ആധാർ കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എനി അതർ വാലിഡ് ഗവൺമെന്റ് ഐഡന്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ ആധാർ കാർഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ. അപ്പൊ അത് സെലക്ട് ചെയ്തു. ഇനി ആ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് ഇപ്പൊ ഞാൻ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ ആധാർ കാർഡിന്റെ നമ്പറാണ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ അഡ്രസ്സ്, ലൊക്കാലിറ്റി, സബ് ലൊക്കാലിറ്റി, കൺട്രി കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിക്ട്, നമ്മൾ നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്. നമ്മുടെ ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനും ഈ ഇമെയിൽ അഡ്രസ് ത്രൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും അതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം. കാരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. അതുകൊണ്ടാണ്, കാരണം നമ്മൾ പിന്നെ അങ്ങോട്ട് നമുക്ക് വരുന്ന CUETയുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഈ മെയിൽ ID ത്രൂ ആയിരിക്കും. വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ അതും വീണ്ടും കൺഫേം ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു മൊബൈൽ നമ്പർ കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെയോ ആരുടെയെങ്കിലും എന്ത് ചെയ്യുക, ഒരു കോൺടാക്ട് നമ്പർ നമ്മൾ ആൾട്ടർനേറ്റീവ് നമ്പർ ആയിട്ടും എൻ്റർ ചെയ്യുക. ഇനി നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ രണ്ട് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സെയിം ആസ് പെർമനന്റ് അഡ്രസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ പാസ്വേഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാലോ, അതായത് 8 മുതൽ 13 ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അതിനകത്ത് ലോവർ കേസ് ഉണ്ടായിരിക്കണം, അപ്പർ കേസ് ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ന്യൂമറിക് വാല്യൂ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ABC@123, A എന്ന് പറയുന്നത് ക്യാപിറ്റൽ, BC സ്മോൾ ലെറ്റർ @123. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം ആ പാസ്വേഡ് തന്നെ വീണ്ടും രണ്ടാമത് എൻ്റർ ചെയ്തുകൊണ്ട് അതൊന്ന് കൺഫേം ചെയ്യാം. ഇനി ഇൻ കേസ് നമ്മൾ പാസ്വേഡ് മറന്നു പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് യുവർ ബർത്ത് സിറ്റി എന്നാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ആൻസർ എവിടെയാണ് ഞാൻ ജനിച്ചത്, അപ്പൊ നമ്മൾ ആ ബർത്ത് സിറ്റി അവിടെ ആൻസർ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പാസ്വേഡ് ഒക്കെ മറന്നു പോയി കഴിഞ്ഞാൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഒരു ക്യാപ്ച കോഡ്, ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ ഒന്ന് വായിച്ച് ക്രോസ് ചെക്ക് ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന സെക്യൂരിറ്റി പിൻ നമ്പർ സബ്മിറ്റ് ചെയ്യുക. ആ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്തുണ്ടാവും, ഒരു റിവ്യൂ പേജ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ എല്ലാം കറക്റ്റ് ആണോ എന്ന്
വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം ഓരോന്നും വെരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ കോളംസ് ഉണ്ട് കണ്ടോ. കാൻഡിഡേറ്റ് നെയിം വെരിഫൈ ചെയ്തിട്ടുണ്ടോ, ഫാദർ നെയിം, മദർ നെയിം, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഐ എഗ്രി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും തെറ്റ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ എന്റെ ഡാറ്റ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇനി ഇത് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ OTP വരും, ഞാനത് എസ് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിന്റെ OTP വെരിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐഡിയിലായിരിക്കും ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാനും നമ്മുടെ ഇമെയിൽ ID ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലൊരു OTP ഉണ്ടാവും. അതിവിടെ എൻ്റർ ചെയ്യുക. അടുത്ത സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യാണ് ഇവിടെ. അതിനുശേഷം വെരിഫൈ ചെയ്യുക. ഓക്കെ, എന്റെ രജിസ്ട്രേഷൻ ഫേസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് നമുക്കിപ്പോ ഇതിൽ 3 ഫേസ് ആണുള്ളത്. ആദ്യത്തെ നമ്മൾ രജിസ്ട്രേഷൻ, രണ്ടാമത്തത് ആപ്ലിക്കേഷൻ, മൂന്നാമത്താണ് ഫീ പേയ്മെന്റ്. അപ്പൊ നമ്മൾ അതിനകത്ത് ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫേസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫേസിലേക്ക് പോവാം. നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് നമുക്കൊരു മെയിൽ വരും. അപ്പൊ ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ഈ ഒരു സ്പേസിൽ എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ പാസ്വേഡ്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂരിറ്റി പിൻ ആസ് ഷോൺ ബിലോ, താഴെ കാണിച്ചിരിക്കുന്ന ആ സെക്യൂരിറ്റി പിൻ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഒന്ന് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ രജിസ്ട്രേഷൻ ഫേസ്, ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മളിനി കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫേസിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, താഴെ കാണിക്കുന്ന ഈ ക്യാപ്ച എൻ്റർ ചെയ്യാം. എല്ലാം വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നു. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഈ ഒരു ഫേസിൽ നമ്മുടെ ഒട്ടുമിക്ക ഡീറ്റെയിൽസും ഇതിനകത്ത് ഫെച്ച് ആയിട്ടുണ്ടാവും. കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ അഡീഷണലി കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടെ കിടക്കുന്ന നമ്മുടെ ഗാർഡിയൻസ് മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ പാരന്റ്സിന്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം കാറ്റഗറി, ഏത് കാറ്റഗറി ആണെന്നുള്ളത്, നമ്മൾ ജനറൽ ആണോ, EWS കാറ്റഗറി ആണോ, SC ST OBC, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കാറ്റഗറി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഞാൻ OBC നോൺ ക്രീമി ലെയർ ആണ് കൊടുത്തിരിക്കുന്നത്. കാറ്റഗറി വീണ്ടും ഞാൻ കൺഫേം ചെയ്യുകയാണ്. നമ്മളിപ്പോ ഈ NCL കാറ്റഗറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NCL സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിന്റെ നമ്പർ അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ ID ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. കാറ്റഗറിക്കലായിട്ട് റിസർവേഷൻസ് ഒന്നും ഞാൻ അവൈൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ കാറ്റഗറി എത്തു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ NCL കൊടുത്തത് കൊണ്ട് ഞാൻ അതിന്റെ ID കൂടെ എൻ്റർ ചെയ്യാണ്. ഈ സെക്ഷനിൽ നമ്മൾ ഏത് അതോറിറ്റി ആണോ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. ഇനി അതിനുശേഷം കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ്, അതായത് എന്നാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് എന്നുള്ള ഡേറ്റ് നമ്മൾ അവിടെ കൊടുക്കുകയാണ്. കൊടുത്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫെച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ PWD കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ നോ ആണ്, അപ്പൊ ഞാൻ നോ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഡയബറ്റിക് ആണോ എന്നുള്ളത് അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആനുവൽ ഇൻകം ഓഫ് പാരന്റ്സ് അഥവാ ഗാർഡിയൻ, എത്രയാണ് ഇൻകം എന്നുള്ളത് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റസ് ഓഫ് എംപ്ലോയ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ വീണ്ടും ആ താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യാണ്. ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയി എഗ്രി, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഡേറ്റ സക്സസ്ഫുള്ളി സേവ്ഡ്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽസ്, BPL ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അതിനുശേഷം കശ്മീരി മൈഗ്രന്റ് ആണോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഡിഫൻസ് പേഴ്സണൽ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ക്ലെയിം ഫോർ NCC കോട്ട, NCC ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റി എംപ്ലോയിയുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ആണോ എന്നാണ്. അപ്പൊ ഇവിടെ അല്ല എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് നോ കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ ക്യാപ്ച എൻ്റർ ചെയ്യാണ്. വീണ്ടും ഐ എഗ്രി, അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള
ഒരു സ്റ്റെപ്പാണിത്. നമ്മുടെ എക്സാം സെന്റർ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എക്സാം സെന്റർ ഡീറ്റെയിൽസ് കൊടുക്കണം. ആദ്യം അപ്ലൈ ഫോർ CUET PG 2025. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ടെസ്റ്റ് പേപ്പർ അഥവാ നമ്മൾ ഏത് പരീക്ഷയ്ക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ കോഡുകളെല്ലാം നമ്മുടെ ഇൻഫർമേഷൻ ബ്രോഷറിനകത്തുണ്ട്. അപ്പൊ അത് വായിച്ച് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് സെലക്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് MCJ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെർച്ച് ബട്ടണിൽ പോയിട്ട് COQP 17 മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ കോഴ്സ് സെലക്ട് ചെയ്യാണ് ഇവിടെ. അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റെ എക്സാം സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് തമിഴ്നാടു ആണ്. അതിനുശേഷം അവിടെ എൻ്റെ എക്സാം സിറ്റീസ് ഏതൊക്കെയാണ്, അപ്പൊ തമിഴ്നാട്ടിൽ ഏതൊക്കെ എക്സാം സിറ്റി സെന്റേഴ്സ് ഉണ്ടോ അതെല്ലാം ഇവിടെ വിസിബിൾ ആയിരിക്കും. അതിനകത്ത് നിന്ന് നമ്മുടെ പ്രിഫറൻസ് കൊടുക്കുക. നമുക്ക് മൊത്തം 4 ചോയ്സ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ആ 4 ചോയ്സ് ഇവിടെ കൊടുക്കുക. ഇവിടെ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഫാദറിന്റെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫാദറുടെ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഫാദറുടെ ഒക്യുപ്പേഷനും ആണ് ഇവിടെ ചോദിച്ചത്. ഇനി അതേപോലെ തന്നെ മദറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മദറിന്റെ ഒക്യുപ്പേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എൻ്റർ ചെയ്തതിനു ശേഷം ഇനി ഞാൻ ഇവിടെ വീണ്ടും നമ്മുടെ സെക്യൂരിറ്റി കോഡ് അഥവാ ക്യാപ്ച എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഐ എഗ്രി സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഡേറ്റ ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ കോഴ്സ് ഏതാണെന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടെ എൻ്റെ കോഴ്സ് കൺഫേം ചെയ്യാണ്. COQP 17 മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം. വീണ്ടും ഞാൻ ക്യാപ്ച എൻ്റർ ചെയ്യാണ്. അതിനുശേഷം നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഐ എഗ്രി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റർഫേസിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ എൻ്റെ 10th ക്വാളിഫിക്കേഷൻസ് ആണ് എൻ്റർ ചെയ്തത്. അതായത് എൻ്റെ ഇയർ ഓഫ് പാസിംഗ്, എൻ്റെ കോഴ്സ്, ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത്, ഞാൻ ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചത്, എൻ്റെ റോൾ നമ്പർ അഥവാ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, ഇനി അഥവാ പെർസെൻറ്റേജ് അതായത് റിസൾട്ട് മോഡിന്റെ അവിടെ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ബാക്കി ടോട്ടൽ മാർക്സ് എത്രയാണ്, എത്ര കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആയിക്കോളും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാൻ എൻ്റെ 12th ഡീറ്റെയിൽസും എൻ്റർ ചെയ്തു. ഇനി ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂന്നാമത് വരുന്നതാണ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പാസ് സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്പിയറിംഗ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കില്ല, പെർസെൻറ്റേജ് മറ്റു കാര്യങ്ങളും ഒന്നും ചോദിക്കില്ല. അപ്പൊ ഏത് ഇയർ ആണ് നിങ്ങളുടെ പാസിംഗ് അല്ലെങ്കിൽ അപ്പിയറിംഗ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഈ വർഷം 2025 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2025 എന്നുള്ള കാര്യം നമ്മൾ എൻ്റർ ചെയ്തു. ഇനി അതിനുശേഷം ഏതാണ് കോഴ്സ്, BA BSc BCom ഏതാണ് നമ്മുടെ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് യൂണിവേഴ്സിറ്റി ആണ് അല്ലെങ്കിൽ ഏത് ബോർഡാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ എൻ്റെ ബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കോളേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ എൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന സെക്യൂരിറ്റി കോഡ് വീണ്ടും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അഥവാ നിങ്ങൾ ഇവിടെ അപ്പിയറിംഗ് അല്ല കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 10th 12th ചെയ്ത പോലെ തന്നെ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ പാസ് ആയിട്ടില്ല, ഞാൻ ഈ വർഷമാണ് എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അപ്പിയറിംഗ് കൊടുത്തിട്ട് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. റോൾ നമ്പർ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, കാരണം കഴിഞ്ഞ സെമസ്റ്ററുകളിൽ നിങ്ങൾ എക്സാം എഴുതിയതാണ്. അപ്പൊ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തന്നെയാണ് ഇവിടെ റോൾ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടുന്നത്. ഇനി ഇവിടെ വീണ്ടും ഞാൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാണ്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നതാണ് ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. അഥവാ നമ്മളിപ്പോൾ കാസ്റ്റ് റിസർവേഷൻ അവൈൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയമെൻഷൻസ് എല്ലാം ഓൾറെഡി നമ്മുടെ ഇൻഫർമേഷൻ ബ്രൗഷറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ ആ ഒരു ഡയമെൻഷൻസ് അനുസരിച്ച് സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തിടാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കാം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ എക്സാം ഫീ ഇവിടെ സൈഡിൽ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ OBC ആയത് കാരണം എനിക്ക് 1200 രൂപയാണ് ഈ ഒരു ടെസ്റ്റ് പേപ്പറിന് വരുന്നത്. എന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പ്ലീസ് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്ന് പറയുന്നവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. അവിടെ ആ സെക്യൂരിറ്റി കോഡ് അഥവാ ക്യാപ്ച ഒന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം OTP സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഓക്കെ. അപ്പൊ നമുക്ക് ഒ.ടി.പി വന്നു കഴിയുമ്പോഴത്തേനും അത് വെരിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് വരും. അവിടെ നമ്മൾ മൊബൈലിൽ വന്നിട്ടുള്ള ഒ.ടി.പി എൻ്റർ ചെയ്യുക. വീണ്ടും നമ്മൾ ആ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ ഒ.ടി.പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ വെരിഫൈ ആവും. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞെക്കിയിട്ട് നമ്മൾ വീണ്ടും ഈ പ്രൊഫൈലിലേക്ക് തന്നെ കയറി വരിക. എന്നിട്ട് ഇന്റർഫേസിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള ഡേറ്റ എല്ലാം വീണ്ടും കറക്റ്റ് അല്ലെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ്. എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അത് ടിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ അവിടെ കാണുന്ന ഫൈനൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീ പേയ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് പേയ്മെന്റ് ഗേറ്റ്വേസ് കാണാം. അതിനകത്ത് ഇപ്പൊ നമുക്ക് കാനറ ബാങ്ക്, HDFC, IDBI, SBI, ഇ-പേ. അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് SBI ഇ-പേ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നെറ്റ് ബാങ്കിങ്, കാർഡ് പേയ്മെന്റ് അല്ലെങ്കിൽ അതർ പേയ്മെന്റ് മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ ഇതിനകത്ത് UPI ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ UPI ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് UPI ID എൻ്റർ ചെയ്തിട്ടോ അല്ലെങ്കിൽ QR കോഡ് വെച്ചിട്ടോ പേയ്മെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ SBI ഗേറ്റ്വേ ചൂസ് ചെയ്തു. ആ ഗേറ്റ്വേക്കകത്ത് നമുക്ക് ഏത് മോഡാണോ പേയ്മെന്റ് വരുന്നത് അതും നമ്മൾ സെലക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ CUET PG 2025ന്റെ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്.